ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഇഡലി സാമ്പാർ വരുന്നത്. അപ്പോൾ ഇന്ന് പണിമുടക്കൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഡലി സാമ്പാറും ഒക്കെ ആയിരുന്നു. അപ്പോൾ ശ്രീന്തി ഇഡലി കഴിക്കത്തില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൾക്ക് ദോശ ഉണ്ടാക്കി. അപ്പം ശ്രീന്തിയുടെയൊക്കെ കഴിപ്പ് കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി എങ്കിൽ 2 ദോശ കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനും ഇഡലി മാറ്റിയിട്ട് ദോശ എടുത്തു. ഇപ്പോൾ പേപ്പർ ദോശയാണെന്നൊക്കെ പറഞ്ഞാണ് ഉണ്ടാക്കുന്നത്. ഞാനുണ്ടാക്കുമ്പോൾ പേപ്പർ ദോശയാണോ എന്ന് അറിയില്ല. ഇപ്പോൾ തക്കാളി ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. നല്ല മൊരിഞ്ഞ ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ തക്കാളി ചട്നി ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത്, പക്ഷെ കൊള്ളാമായിരുന്നു. യൂട്യൂബൊക്കെ നോക്കി എടുത്തതാണ്, പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചൂട് ദോശയും തക്കാളി ചട്നിയും കൂടെ കൂട്ടി കഴിക്കാൻ നല്ലതായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സാമ്പാർ ഞാൻ കൂട്ടിയില്ല, അതുകൊണ്ട് സാമ്പാർ എടുത്തെങ്കിലും കൂട്ടിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മീൻകാർ പോയി. അപ്പോൾ മീൻകാരുടെ കയ്യിൽ വരാൽ, സിലോപ്പിയ ഒക്കെ ആയിരുന്നു. അപ്പോൾ വരാൽ വാങ്ങിയില്ല, സിലോപ്പിയാണ് വാങ്ങിച്ചത്. അപ്പോൾ സിലോപ്പിയ വലിയ സിലോപ്പിയായിരുന്നു. സാധാരണ ഇവിടെ കിട്ടുന്നത് കൊച്ചു സിലോപ്പിയാണ്, പക്ഷേ ഇത് ഇന്ന് വലിയ സിലോപ്പിയാണ് കിട്ടിയത്. അപ്പോൾ അതൊക്കെ ഞാൻ വെട്ടിയെടുക്കാൻ ഇച്ചിരി പ്രയാസപ്പെട്ടു. കാരണം വലുതായതുകൊണ്ട് തന്നെ പിച്ചാത്തി വലിയ മുള്ളാണല്ലോ, അതിന് സൈഡിലത്തെ മുള്ള് ഭയങ്കര കട്ടിയുള്ള മുള്ളാണ്. അപ്പോൾ അതൊക്കെ ഒരുവിധം ഞാൻ വെട്ടിയെടുത്തു. അപ്പോൾ അതൊക്കെ വെച്ചു. അതിന് ശേഷം അതിന് വേണ്ടുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ഇടികല്ലിലിട്ട് ചതച്ച് വെച്ച്. പിന്നെ 2 കൊച്ചു മീനുണ്ടായിരുന്നു, അത് പുരട്ടി വെച്ചു. അതിന് ശേഷം കറി വെച്ചു. ഇന്ന് വറുത്തരച്ചാണ് കറി വെച്ചത്. അപ്പോൾ ഇന്നത്തെ കറിക്കൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് തോട്ടുപുളി, ഉണക്കപ്പുളിയല്ല, പച്ചപ്പുളി എന്ന് വെച്ചാൽ പഴുത്ത പുളി അമ്മ നല്ലതായിട്ട് എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയിട്ടാണ് കറി വെച്ചത്. അല്ലെങ്കിൽ ഒരു കമർപ്പ് വരുമല്ലോ. പിന്നെ ഇപ്പുറത്തെ അടുപ്പയിലോട്ട് തോട്ടുപുളി തന്നെ കറി വെച്ചു. ഒഴിച്ച് കറിയായിട്ട് തോട്ടുപുളി ഉപ്പും മഞ്ഞളും മുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് അതിനകത്തോട്ട് തേങ്ങ അരച്ച് ചേർത്തിട്ട് കറി ഉണ്ടാക്കും. നല്ലതാണ് അത്. അപ്പോൾ സീസണൊക്കെ ആകുമ്പോൾ ഇങ്ങനെ തോട്ടുപുളി കറി വെക്കാറുണ്ട്. അപ്പം നല്ലതാണ്. അപ്പോൾ അതൊക്കെ വെച്ചു. അപ്പോൾ അതിലോട്ട് നല്ലതായിട്ട് തോട്ടുപുളി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങ എടുക്കാം. തേങ്ങ, ജീരകം എല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നല്ലതായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനി കറിക്കകത്തോട്ട് ചേർത്തിട്ട് ഉള്ളി എല്ലാം കൂടി ഇട്ട് നല്ലോണം കടുക് വറുക്കണം. അപ്പോൾ കടുക് വറുത്ത് നല്ല കറിയാണ്. ഇടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല കറിയാണ്, ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഉച്ചയൊക്കെ ആയി. അപ്പോൾ സുൽത്താനാണെങ്കിൽ എന്തെങ്കിലും കൊശി ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞു. സുൽത്താൻ ഇങ്ങനെയാണ്, അവധിയുള്ളപ്പോൾ ഒരു കൊശി ഉണ്ടാക്കുക, എന്നിട്ട് ചോറ് കഴിക്കാമെന്ന് പറയും. അപ്പം പയറ് തോരനുണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ എടുത്താണ് പയറ് തോരന്. അപ്പോൾ പയറ് തോരനും പിന്നെ ഞാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു വഴുതനങ്ങ എടുത്ത് മെഴുക്കുവരട്ടിയല്ല, ഫ്രൈ ചെയ്തു. പിന്നെ മുട്ടയൊക്കെ പൊരിച്ചു. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാതിരിക്കണം. അപ്പോൾ സുൽത്താൻ വന്നു. ഉപ്പുമാങ്ങ ഉണ്ടായിരുന്നു, മാങ്ങയുടെ സമയത്ത് ഉപ്പിലിട്ടതാണ്. പിന്നെ നാരങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി നല്ല ഊണായിരുന്നു കേട്ടോ. ശ്രീന്തിക്കാണെങ്കിലും സുൽത്താനാണെങ്കിലും ഈ വഴുതനങ്ങ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മെഴുക്കുവരട്ടിയെക്കാട്ടി ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ മീൻ കറി ഉണ്ടായിരുന്നു, മീൻ വറുത്തുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസത്തെ ചൂടയാണ്, അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചാണ് ഇരുന്നത്. അപ്പോൾ ഒന്നിച്ച് കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇരുന്നു. അപ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ട് ഒന്നിച്ച് കഴിക്കാനായിട്ട്. ഇപ്പോൾ ശ്രീന്തിയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്കാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ വാരിത്തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ ശ്രീന്തി അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് വാരിത്തരുക. അപ്പോൾ അത് കണ്ടിട്ട് ശ്രീന്തി ഇങ്ങനെ ഇരുന്ന് ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,